മാന്യമായ ജനങ്ങളെ, ഇന്ന് ഡേ 3 ഓഫ് ആർട്സ്. ഇന്ന് കോളേജിൽ പലതരത്തിലുള്ള കലാപരിപാടികൾ, മത്സരങ്ങളായി വേദികളിൽ പല പല വേദികളായിട്ട് അരങ്ങേറും. അപ്പം അതാണ് ഇന്നത്തെ ആർട്സ്. അപ്പം എല്ലാവരെയും കോളേജ് വന്നിട്ട് എല്ലാവരെയും കാണിച്ചു തരാം. ഹലോ ഗായ്സ്, അങ്ങനെ കോളേജിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ ജോയൽ ബ്രോയിൻ രാവിലെ വന്നിട്ടുണ്ട്. രാവിലെ ഇപ്പം ഏറെക്കുറെ 9 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളു. ഇന്ന് നാടകോത്സവമാണ്. ഇന്നലെ ആയിരുന്നു നാടകോത്സവം. ഇന്ന് അതിന്റെ ബാക്കിയൊന്നുമില്ല ഇവിടെ ഉണ്ടാ. ഇന്ന് ഇവിടെ നാടൻ പാട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, എന്തുവിന് പറയുക, വഞ്ചിപ്പാട്ട്, അങ്ങനെയുള്ള പല കലാപരിപാടികൾ ഇന്ന് ഇവിടെ അരങ്ങേറും. അപ്പോൾ ഇപ്പോൾ രാവിലെ എല്ലാവരും വരുന്നതേ ഉള്ളു. പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. പരിപാടി തുടങ്ങുമ്പോൾ ഓരോന്നോരോന്നായിട്ട് എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും. ഹലോ ഗായ്സ്, നമ്മുടെ അടുത്ത് എലോൺ മാസ്ക് ഉണ്ട്, മിഥുൻ ബ്രോ ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ ആർട്സിന്റെ 3ാമത്തെ ദിവസത്ത് പറയാനുള്ളത്? 3ാമത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മനോഹരമായ ദിവസമാണ്. ആരംഭിച്ചിട്ടുള്ളത് സമയം 10 മണിയായി. എൻ്റെ അരമണിക്കൂറിനുള്ളിൽ എൻ്റെ കഥാപ്രസംഗം ആരംഭിക്കുന്നതാണ്. എല്ലാവരും പറഞ്ഞു. കോളേജിലെ ഫാൻ്റെ സംഭവം കറങ്ങി അത് വീഴാറായെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കുഴപ്പമില്ല. മധ്യ തിരുവിതാംകൂറിലെ ആലപ്പുഴ ദേശത്തിൽ കായംകുളം ഒരു ഗ്രാമത്തിലെ കള്ളന്റെ കഥയാണ്. കായംകുളം നാടുവാഴുക കായംകുളത്തെ കൊച്ചുണ്ണി വാഴുക. നന്ദി, നമസ്കാരം. ഹലോ ഗായ്സ്, ഇവിടെ മിഥുൻ ബ്രോ ഉണ്ട്. മിഥുൻ ബ്രോ അല്പസമയത്തിനുള്ളിൽ കഥാപ്രസംഗത്തിന് കയറാനാണ്. മിഥുൻ ബ്രോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നല്ല സുഖം. പേടിയുണ്ടോ? ലേശം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലേശം ധൈര്യമില്ല. കഴിഞ്ഞ വട്ടം മിഥുൻ ബ്രോയ്ക്ക് ചെറുതായിട്ട് മിസ്സായി. പക്ഷേ ഈ വട്ടം മിഥുൻ ബ്രോ അതിലും മിസ്സാക്കും. ബ്രോ, എന്താണ് തേർഡ് ഡേ ഓഫ് ആർട്സിനെ പറ്റി പറയാനുള്ളത്? അതായത് ആർട്സിൻ്റെ 3ാമത്തെ ദിവസം. 3ാം ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉദ്ഘാടനം നടക്കും. അതിനുശേഷം ഇപ്രാവശ്യത്തെ ആർട്സിൻ്റെ സ്റ്റേജ് പരിപാടികളൊക്കെ ആരംഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മിഥുൻ്റെ കഥാപ്രസംഗമുണ്ട്. അതിനാണ് ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലേ ജലേ? അതെ, ഞങ്ങൾ കൈയടിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് കാണാം. ശ്രദ്ധിക്കുക, വിഷമൂർ കോളേജ് യൂണിയൻ 2024-25 കലോത്സവം നേര് 2025 ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. മുഴുവൻ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഉടൻ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തേണ്ടതാണ്. ഗൈസ്, ഇവിടെ ഉദ്ഘാടനം നടക്കുകയാണ്. അവന്റെ കാലൊച്ചുകൾ യജമാനെ അങ്ങ് എന്താണോ പറയുന്നത് അതുപോലെ കേൾക്കാമേ. അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ. അയ്യോ, ദക്ഷിണാഫ്രിക്കയിലാണ്. ഇരുണ്ട ഭൂഖണ്ഡമെന്ന പരക്കെ അറിയപ്പെടുന്ന ആഫ്രിക്ക ഒരു പട്ടിണി രാജ്യമാണ്. ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും വെറും അസ്ഥികൂടങ്ങൾ. രൂക്ഷഭാവം വശീകരിക്കുവാനുള്ള ആർത്തദാഹം ചത്തു ചരിയുന്നു കുഞ്ഞുദേവം. അത്രയും മനോഹരമായ എൻ്റെ ഗ്രാമം ഹലോ ഗായ്സ്, ഇവിടെ പരിപാടിയൊക്കെ തീരാറായി ഗായ്സ്. ഞങ്ങളിവിടെ ഗൈസ് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും പറയും ഗൈസ് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും പറയും. ഞങ്ങളുടെ ആർട്സിൻ്റെ 3ാമത്തെ ദിവസമാണിത്. ടെക്നിക്കലി സ്റ്റേജിലെ 1st ദിവസമായിരുന്നു. ഞങ്ങളുടെ അറിയാതെ വരെ കാര്യം. പക്ഷേ ഞങ്ങൾക്ക്
ഗൈസ് ഇവിടെ എന്താണ് നടക്കുന്നത്? ഗാനമേള എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമ പാട്ടൊന്നും പറ്റത്തില്ല, നമ്മൾ തന്നെ പാട്ടുണ്ടാക്കി കമ്പോസ് ചെയ്ത് സെറ്റാക്കണം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളിവിടെ പ്രോഗ്രാം കമ്മിറ്റിയാണ്. ഞങ്ങളാണ് ഇവിടെ പിള്ളേർക്കൊക്കെ ബാഡ്ജൊക്കെ എടുത്ത് കൊടുക്കുന്നത്. മഞ്ജുള പ്രോഗ്രാം, അജൽ പ്രോഗ്രാം, മഞ്ജിമ ഹിമാഹുരി, അജാൽ രാജ്. വെള്ളം വീഴുന്ന ശബ്ദം. അപ്പോഴാണ് ബാലന്റെ കൂട്ടുകാരൻ തന്നെ വിളിക്കുന്നത്. ഒരു തുണിക്കടയുടെ പരസ്യം കോമഡി രീതി എഴുതാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കരിങ്കൽ പോലെ മൃദുലമായ സാരികൾക്ക് കരിങ്കൽ ടെക്സ്റ്റൈൽസ്, അലൂമിനിയം പാലത്തിന് സമീപം പാതാളം. ഞങ്ങൾക്ക് പാതാളത്തെ അല്ലാതെ മറ്റെങ്ങും ബ്രാഞ്ചുകളില്ല. ഞങ്ങളുടെ കടയുടെ പ്രത്യേകതകൾ: ഞങ്ങളുടെ കടയിൽ നിന്ന് ഒരു സാരി വാങ്ങിച്ച് ഒരു തവണ കഴുകിക്കഴിഞ്ഞാൽ അത് 2 സാരിയായി കിട്ടും. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ പറ്റിക്കൽ ഒപ്റ്റിക്കൽസ് ആൻഡ് വഞ്ചിക്കൽ ജ്വല്ലറി. ഗൈസ് ടുഡേ ഡേ 4 ഓഫ് ആർട്സ്. ഇവിടെ തിരക്കാണ് ഗൈസ്. ഞാനിവിടെ സ്റ്റേജ് 3 എലിസബത്ത് ഹാളിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പം സംസ്കൃത പ്രസംഗം തുടങ്ങാൻ പോവാണ് ഗൈസ്. സംസ്കൃത പ്രസംഗത്തിന് ആകെ ഒരാളെ ഉള്ളെന്ന് പറയുന്ന കേട്ട്. ഗൈസ് ആർട്സിൻ്റെ അവസാന ദിവസം പരിപാടികളെല്ലാം ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഈ വേളയിൽ ഞാനും ജോസും മിഥുൻ ബ്രോയും എല്ലാവരും കൂടെ ഇവിടെ നമ്മുടെ മരച്ചോട്ടിലിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പരിപാടികളെല്ലാം അതിൻ്റേതായ രീതിയിൽ പോകുന്നുണ്ട്. ഞങ്ങളകത്തിരുന്ന് പോസ്റ്റ് അടിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് സുഹൃത്തുക്കളെ. ഞാൻ സന്തോഷമായില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എന്തോ പറഞ്ഞില്ലേ, കാർത്തിക്കിന്റെ സൗണ്ട് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഫസ്റ്റ് വീഡിയോ കാണിച്ചു. ആ വീഡിയോ എടുത്തു നീ പിന്നെ കണ്ടുപിടിക്കട്ടായിരുന്നു. ശബ്ദമാക്കി സൗണ്ട് ഇല്ലേ? മുൻഷിൻ ടടടടൻ ടടടടൻ. എടാ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് മൈമിനെ പറ്റി പറയാനുള്ളത്? പഴം എന്നാണ് ജോസ് പറയുന്നത്. That's not an unparliamentary word. It's a parliamentary word.